ഹായ് കൂട്ടുകാരെ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് റബേക്ക ദ ചേഞ്ച് മേക്കർ എന്ന പാഠഭാഗം നമുക്കിന്ന് നോക്കാം. In the land of the Maasai in southwest Kenya, there was a girl named Rebecca. Her family kept cattle, sheep, and goats and depended on farming the land for food. After school time, Rebecca used to help her family and take care of the animal on the farm. അപ്പം എന്താ പറഞ്ഞിരിക്കുന്നത്? തെക്കു പടിഞ്ഞാറൻ കെന്യയിലെ മസായിയുടെ നാട്ടിൽ റെബേക്ക എന്നൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവളുടെ കുടുംബം കന്നുകാലികളെയും ചെമ്മരിയാടുകളെയും ആടുകളെയും വളർത്തി ഭക്ഷണത്തിനായി കൃഷിയെ ആശ്രയിച്ചു. സ്കൂൾ സമയം കഴിഞ്ഞ് റെബേക്ക തൻ്റെ കുടുംബത്തെ സഹായിക്കുകയും ഫാമിലെ മൃഗങ്ങളെ പരിപാലിക്കുകയും ചെയ്തു. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഡിഡ് റെബേക്കാസ് ഫാമിലി ഡു ഫോർ എ ലിവിങ്? റെബേക്കയുടെ കുടുംബം ഉപജീവനത്തിനായി എന്താണ് ചെയ്തത്? Rebecca's family kept cattle, sheep, and goats and depended on farming the land for food. On a very hot day, Rebecca found her mother crying. Our crops have been had this year, she said. Now our goats and sheep might die. Later at school, Rebecca asked her teacher why there had been so little rain that year. We have had many days without rain, said her teacher. When we have no rain, plants cannot grow. If there are no crops for food and no water to drink, our animals will die. Everyone in the class was quiet for a moment. They were worried about their families, their animals, and their community. At the school library, Rebecca searched for more information about the rain. What she learned alarmed her. The whole world is getting hotter and there is less rain. She learned a new term, climate change. Cars, buses, and aeroplanes are polluting the air. Trees are being cut down and used to make buildings. Huge piles of trash are thoughtlessly buried in the ground. All these activities are harming nature. Rebecca felt sad. What can I, just a little girl, do to help the whole world? She wondered. അപ്പം എന്താ പറഞ്ഞിരിക്കുന്നത്? വളരെ ചൂടുള്ള ഒരു ദിവസം റെബേക്ക അവളുടെ അമ്മ കരയുന്നത് കണ്ടു. ഞങ്ങളുടെ വിളകൾ ഈ വർഷം മോശമായിരുന്നു, അവർ പറഞ്ഞു. ഇനി ഞങ്ങളുടെ ആടുമാടുകൾ ചത്തൊടങ്ങിയേക്കാം. പിന്നീട് സ്കൂളിൽ വെച്ച് റെബേക്ക ടീച്ചറോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഈ വർഷം മഴ കുറഞ്ഞത്? അവളുടെ ടീച്ചർ പറഞ്ഞു, നമുക്ക് മഴയില്ലാതെ ഒരുപാട് ദിവസങ്ങൾ ഉണ്ടായിരുന്നു. മഴയില്ലാത്തപ്പോൾ ചെടികൾക്ക് വളരാൻ കഴിയില്ല. ഭക്ഷണത്തിന് വിളകളും കുടിക്കാൻ വെള്ളവും ഇല്ലെങ്കിൽ മൃഗങ്ങൾ ചത്തൊടുങ്ങും. ക്ലാസ്സിൽ എല്ലാവരും ഒരു നിമിഷം നിശബ്ദരായി. അവർ അവരുടെ കുടുംബങ്ങളെയും മൃഗങ്ങളെയും സമൂഹങ്ങളെയും കുറിച്ച് വേവലാതിപ്പെട്ടു. സ്കൂൾ ലൈബ്രറിയിൽ റെബേക്ക മഴയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചു. അവൾ പഠിച്ച കാര്യങ്ങൾ അവളെ ഭയപ്പെടുത്തി. ലോകം മുഴുവൻ ചൂട് കൂടുന്നു, മഴ കുറയുന്നു. അവൾ ഒരു പുതിയ പദം പഠിച്ചു, കാലാവസ്ഥാ വ്യതിയാനം. കാറുകളും ബസ്സുകളും വിമാനങ്ങളും വായുവിനെ മലിനമാക്കുന്നു. മരങ്ങൾ മുറിച്ച് കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. വലിയ മാലിന്യ കൂമ്പാരങ്ങൾ ചിന്താശൂന്യമായി മണ്ണിൽ കുഴിച്ചിടുന്നു. ഈ പ്രവർത്തനങ്ങളെല്ലാം പ്രകൃതിയെ ദോഷകരമായി ബാധിക്കുന്നു. റെബേക്കയ്ക്ക് സങ്കടം തോന്നി. ഒരു കൊച്ചു പെൺകുട്ടിയായ തനിക്ക് ലോകത്തെ മുഴുവൻ സഹായിക്കാൻ എന്തു ചെയ്യാൻ കഴിയും? അവൾ അത്ഭുതപ്പെട്ടു. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. വൈ വാസ് റെബേക്കാസ് മദർ സാഡ്? റെബേക്കയുടെ അമ്മ ദുഃഖിതയായത് എന്തുകൊണ്ടാ മക്കളെ? റെബേക്കാസ് മദർ വാസ് സാഡ് ബിക്കോസ് their crops had been bad that year and it might affect their animals and their community. Next question. What new information did Rebecca get from the library? ലൈബ്രറിയിൽ നിന്നും റെബേക്കയ്ക്ക് എന്ത് പുതിയ വിവരങ്ങളാണ് ലഭിച്ചത്? റെബേക്ക ലേൺ അബൌട്ട് ക്ലൈമറ്റ് ചേഞ്ച്.
which is the whole world getting hotter and there is less rain. She also learned that cars, buses, and aeroplanes are polluting the air, trees are being cut down, and huge piles of trash are being thoughtlessly buried in the ground. Rebecca decided to talk to her teacher about what she had learned. It is a big problem for the earth. Her teacher explained, but there are certain things that we can do to help, like planting trees to make nature stronger. As Rebecca walked home, it was very hot and she stopped to drink from her water bottle. She couldn't stop thinking about the lack of rain and how it was affecting the environment. She wanted to help her community. Then she gets an idea. I have learned to so much about climate change. She thought it would help if everyone know about this problem. Then together we could work out a solution. The next day, Rebecca requested her teacher to give a lesson about the changing weather and the damage humans were doing to nature. The teacher gladly gave them a detailed session as requested. At the end of the class, Rebecca stood up. She asked everyone in her class to go home and teach their parents about what they had learned. In just a few days, everyone was talking about how humans were bringing harm to nature. അപ്പം എന്താ പറഞ്ഞിരിക്കുന്നത്? താൻ പഠിച്ച കാര്യങ്ങളെക്കുറിച്ച് ടീച്ചറോട് സംസാരിക്കാൻ റെബേക്ക തീരുമാനിച്ചു. ഇത് ഭൂമിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രശ്നമാണ്, അവളുടെ ടീച്ചർ വിശദീകരിച്ചു. എന്നാൽ പ്രകൃതിയെ കൂടുതൽ ശക്തമാക്കാൻ മരങ്ങൾ നട്ടുപിടിക്കുന്നത് പോലെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട്. റെബേക്ക വീട്ടിലേക്ക് നടക്കുമ്പോൾ നല്ല ചൂടുണ്ടായിരുന്നു. അവൾ കുപ്പിയിൽ നിന്ന് അല്പം വെള്ളം കുടിച്ചു. മഴയുടെ അഭാവത്തെക്കുറിച്ചും അത് പരിസ്ഥിതിയെ എങ്ങനെ ബാധിക്കുന്നു എന്നും അവൾക്ക് ചിന്തിക്കാൻ കഴിഞ്ഞില്ല. അവളുടെ സമൂഹത്തെ സഹായിക്കാൻ അവൾ ആഗ്രഹിച്ചു. അപ്പോൾ അവൾക്ക് ഒരു ഐഡിയ കിട്ടി. കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് ഞാൻ വളരെയധികം പഠിച്ചു, അവൾ ചിന്തിച്ചു. എല്ലാവരും ഈ പ്രശ്നത്തെക്കുറിച്ച് അറിഞ്ഞാൽ അത് ഉപകാരപ്പെടും. അപ്പോൾ നമുക്ക് ഒരുമിച്ച് ഒരു പരിഹാരമുണ്ടാക്കാം. അടുത്ത ദിവസം കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചും മനുഷ്യർ പ്രകൃതിക്ക് വരുത്തുന്ന നാശത്തെക്കുറിച്ചും ഒരു ക്ലാസ് എടുക്കാൻ റെബേക്ക ടീച്ചറോട് ആവശ്യപ്പെട്ടു. ടീച്ചർ സന്തോഷത്തോടെ അവൾ ആവശ്യപ്പെട്ട പ്രകാരം വിശദമായ ക്ലാസ് എടുത്തു. ക്ലാസ് അവസാനിച്ചപ്പോൾ റെബേക്ക എഴുന്നേറ്റു. അവളുടെ ക്ലാസ്സിലെ എല്ലാവരോടും വീട്ടിൽ പോയി അവർ പഠിച്ച കാര്യങ്ങൾ മാതാപിതാക്കളെ കൂടി പഠിപ്പിക്കാൻ അവൾ ആവശ്യപ്പെട്ടു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മനുഷ്യർ എങ്ങനെ പ്രകൃതിയെ ദ്രോഹിക്കുന്നു എന്നതിനെക്കുറിച്ച് എല്ലാവരും സംസാരിച്ചു. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഡിഡ് റെബേക്ക ആസ്ക് എവരിവൺ ഇൻ ഹെർ ക്ലാസ് ടു ഡു? തൻ്റെ ക്ലാസ്സിലെ എല്ലാവരോടും എന്ത് ചെയ്യാനാണ് റെബേക്ക ആവശ്യപ്പെട്ടത്? Rebecca asked everyone in her class to go home and teach their parents about what they had learned about climate change. One day, the elders in her village held a meeting to talk with Rebecca about what could be done to help nature. The problem they faced was so big, let's write a letter to the president of Kenya, one of the elders said. He needs to know that we cannot live without rain. Then maybe he will implement laws to stop harming nature. Rebecca took the letter and shared it with her classmates. They asked their family members to sign their names at the bottom to show their support. In Nairobi, the president read the letter from the Maasai community. He received many other letters from other parts of the country too. I need to help Kenya to protect nature, he thought. The president asked his countrymen to plant trees outside their homes. In the Maasai community, everyone agreed to plant a tree outside their home. Rebecca and her mother hewed a hole together and planted a seedling.
ഒരു ദിവസം അവളുടെ ഗ്രാമത്തിലെ മുതിർന്നവർ പ്രകൃതിയെ സഹായിക്കാൻ എന്തു ചെയ്യണമെന്ന് റെബേക്കയുമായി സംസാരിക്കാൻ ഒരു മീറ്റിംഗ് നടത്തി. അവർ അഭിമുഖീകരിച്ച പ്രശ്നം വളരെ വലുതായിരുന്നു. നമുക്ക് കെനിയയുടെ പ്രസിഡന്റിന് ഒരു കത്തെഴുതാം, മൂപ്പന്മാരിലൊരാൾ പറഞ്ഞു. മഴയില്ലാതെ ജീവിക്കാനാവില്ലെന്ന് അദ്ദേഹം അറിയണം. അപ്പോൾ പ്രകൃതിയെ ദ്രോഹിക്കുന്നത് തടയാൻ അദ്ദേഹം നിയമങ്ങൾ നടപ്പാക്കിയേക്കാം. റെബേക്ക കത്ത് സഹപാഠികളുമായി പങ്കുവച്ചു. പിന്തുണ പ്രകടിപ്പിക്കുന്നതിനായി പേരുകൾ എഴുതി ചുവടെ ഒപ്പിടാൻ അവർ കുടുംബാംഗങ്ങളോട് ആവശ്യപ്പെട്ടു. നെയ്റോബിയിൽ വെച്ച് രാഷ്ട്രപതി മസായി സമൂഹത്തിൽ നിന്നുള്ള കത്ത് വായിച്ചു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് നിരവധി കത്തുകൾ ലഭിച്ചു. പ്രകൃതിയെ സംരക്ഷിക്കാൻ താൻ കെനിയയെ സഹായിക്കേണ്ടതുണ്ട്, അദ്ദേഹം ചിന്തിച്ചു. വീടിനു പുറത്ത് മരങ്ങൾ നട്ടുപിടിപ്പിക്കാൻ രാഷ്ട്രപതി തന്റെ നാട്ടുകാരോട് ആവശ്യപ്പെട്ടു. മസായി സമൂഹത്തിൽ എല്ലാവരും അവരുടെ വീടിന് പുറത്ത് ഒരു മരം നടാൻ സമ്മതിച്ചു. റെബേക്കയും അമ്മയും ചേർന്ന് കുഴി കുഴിച്ച് ഒരു തൈ നട്ടു. അപ്പൊ ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. Why did the elders of the Maasai community write a letter to the president of Kenya? മസായി സമൂഹത്തിലെ മുതിർന്നവർ കെനിയൻ പ്രസിഡന്റിന് കത്തെഴുതിയത് എന്തുകൊണ്ടാണ്? The elders of the Maasai community wrote a letter to the president of Kenya because they wanted to inform him about the problem of climate change and how it was affecting their community, and they hoped and he would implement laws to stop harming nature. Next question. What instruction did the president give his countrymen to save nature? പ്രകൃതിയെ സംരക്ഷിക്കാൻ രാഷ്ട്രപതി തന്റെ രാജ്യക്കാർക്ക് എന്ത് നിർദ്ദേശങ്ങൾ നൽകി? The president asked his countrymen to plant trees outside their homes. At Rebecca's school, the principal held an assembly to address the students. He asked Rebecca to stand beside him. Protecting the environment is a big job and everyone in the world has to help. The principal said, but we should like to thank Rebecca for helping us learn and make a change. Imagine how beautiful the world would be if we all helped our community. He added. Rebecca felt very happy. She wondered what she and her friend could do next to help nature and her community. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? റബേക്കയുടെ സ്കൂളിൽ പ്രിൻസിപ്പാൾ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്യാൻ ഒരു അസംബ്ലി നടത്തി. തൻ്റെ അരികിൽ നിൽക്കാൻ അദ്ദേഹം റബേക്കയോട് ആവശ്യപ്പെട്ടു. പരിസ്ഥിതി സംരക്ഷിക്കുക എന്നത് ഒരു വലിയ ജോലിയാണ്. അതിന് ലോകത്തിലെ എല്ലാവരും സഹായിക്കേണ്ടതുണ്ട്. പ്രിൻസിപ്പാൾ പറഞ്ഞു. എന്നാൽ പഠിക്കാനും മാറ്റം വരുത്താനും നമ്മെ സഹായിച്ചതിന് റബേക്കയോട് നന്ദി പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നാം എല്ലാവരും നമ്മുടെ സമൂഹത്തെ സഹായിച്ചാൽ ലോകം എത്ര സുന്ദരമായിരിക്കും എന്ന് സങ്കല്പിച്ചു നോക്കൂ, അദ്ദേഹം കൂട്ടിച്ചേർത്തു. റെബേക്കയ്ക്ക് വളരെ സന്തോഷം തോന്നി. പ്രകൃതിയെയും അവളുടെ സമൂഹത്തെയും സഹായിക്കാൻ തനിക്കും തൻ്റെ സുഹൃത്തുക്കൾക്കും ഇനി എന്ത് ചെയ്യാൻ കഴിയുമെന്ന് അവൾ ചിന്തിച്ചു. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. വി ഷുഡ് ലൈക്ക് ടു താങ്ക് റെബേക്ക, സേഡ് ദ പ്രിൻസിപ്പൽ. വൈ? ഞങ്ങൾ റെബേക്കയ്ക്ക് നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. പ്രിൻസിപ്പൽ പറഞ്ഞു. എന്തുകൊണ്ട്? The principal thanked Rebecca for helping her community learn and make a change about protecting the environment. Next question. Rebecca found out several reasons for climate change. What are they? കാലാവസ്ഥാ വ്യതിയാനത്തിന് റെബേക്ക നിരവധി കാരണങ്ങൾ കണ്ടെത്തി. അവ എന്തൊക്കെയാണ്? ഫസ്റ്റ്, കാർ, ബസ്സസ് ആൻഡ് എയ്റോപ്ലെയിൻസ് പൊല്യൂട്ടിംഗ് ദ എയർ, trees being cut down, huge piles of trash being thoughtlessly buried in the ground. Next, suggest 2 activities to protect nature. പ്രകൃതിയെ സംരക്ഷിക്കാൻ 2 പ്രവർത്തനങ്ങൾ നിർദ്ദേശിക്കുക. പ്ലാന്റിംഗ് ട്രീസ് അറൗണ്ട് അവർ ഹോംസ്, റെഡ്യൂസിംഗ് വേസ്റ്റ് ആൻഡ് റീസൈക്ലിംഗ് ഇറ്റ് ആസ് മച്ച് ആസ് പോസിബിൾ. റെബേക്ക ദ ചേഞ്ച് മേക്കർ എന്ന സ്റ്റോറി മക്കൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഈ പാഠഭാഗത്തെ ആക്ടിവിറ്റീസുമായി നാളെ ഒരു വീഡിയോയിൽ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോക്ക് ലൈക്ക് തരാനും മറക്കല്ലേ കൂട്ടുകാരെ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.